എല്ലാവർക്കും നമസ്കാരം. ബാങ്കിൽ ജോലി ആഗ്രഹിക്കുന്നവർക്കായി ഇപ്പോൾ യൂണിയൻ ബാങ്ക് ഓഫ് ഇന്ത്യയിലേക്ക് അവസരമുണ്ട്. താല്പര്യമുള്ളവർക്ക് ഓൺലൈനായിട്ട് അപ്ലൈ ചെയ്യാവുന്നതാണ്. തസ്തിക എന്താണെന്നും ഡീറ്റെയിൽസും നോക്കാം. യൂണിയൻ ബാങ്ക് ഓഫ് ഇന്ത്യയിലേക്കാണ് വേക്കൻസി ഉള്ളത്. തസ്തിക വരുന്നത് അപ്രൻറ്റിസ് ആണ്. ഇതിലേക്ക് അപ്ലൈ ചെയ്യേണ്ടത് ഓൺലൈനായിട്ടാണ് അപ്ലൈ ചെയ്യേണ്ട. ലാസ്റ്റ് ഡേറ്റ് മെയ് 19 1865 വേക്കൻസിയാണ് ഉള്ളത്. സെലക്ഷൻ്റെ ഭാഗമായിട്ട് ഓൺലൈൻ എക്സാമിനേഷൻ ഉണ്ട്. എക്സാം വരുന്നത് മെയ് അല്ലെങ്കിൽ ജൂൺ മാസങ്ങളിലായിരിക്കും. ഇനി വേക്കൻസി എങ്ങനെയാണെന്ന് നോക്കാം. എല്ലാ സ്റ്റേറ്റിലും വേക്കൻസി ഉണ്ട്. കേരളത്തിലാകെ 39 വേക്കൻസിയാണുള്ളത്. അൺറിസർവ്ഡ് 23, SC 3, ST ഇല്ല, OBC 10, EWS 3, കൂടാതെ PWBDക്കും 2 വേക്കൻസി ഉണ്ട്. ഇങ്ങനെയാണ് കേരളത്തിൽ വേക്കൻസി വരുന്നത്. ഇവിടെ SC, SC, OBC, PWBD കാറ്റഗറിക്കൊക്കെ റിസർവേഷൻ ഉണ്ടായിരിക്കും. നേരത്തെ അപ്രന്റീസ്ഷിപ്പ് ചെയ്തിട്ടുള്ളവരോ അല്ലെങ്കിൽ 1 ഇയറിൽ കൂടുതൽ ജോബ് എക്സ്പീരിയൻസ് ഉള്ളവർക്കോ ഇതിലേക്ക് അപ്ലൈ ചെയ്യാനായിട്ട് കഴിയത്തില്ല. നിങ്ങൾ ഏത് സ്റ്റേറ്റിലേക്കാണോ അപ്ലൈ ചെയ്യുന്നത് ആ സ്റ്റേറ്റിൻ്റെ ലോക്കൽ ലാംഗ്വേജ് റീഡ് ചെയ്യാനും റൈറ്റ് ചെയ്യാനും സ്പീക്ക് ചെയ്യാനും അണ്ടർസ്റ്റാൻഡ് ചെയ്യാനും അറിഞ്ഞിരിക്കണം. കേരളത്തിൽ മലയാളം ആയതുകൊണ്ട് മലയാളത്തിൻ്റെയാണ് അറിയേണ്ടത്. നിങ്ങൾക്ക് അപ്ലൈ ചെയ്യുമ്പോഴത്തേക്കും 5 ഡിസ്ട്രിക്റ്റ് പ്രിഫറൻസ് കൊടുക്കാവുന്നതാണ്. കേരളമാണ് ഫസ്റ്റ് പ്രിഫറൻസ് ആയിട്ട് കൊടുക്കേണ്ടത്. സെലക്ട് ആവുന്നവരെ ബാങ്കിൻ്റെ വിവിധ ബ്രാഞ്ചുകളിൽ അല്ലെങ്കിൽ ഓഫീസുകളിലായിരിക്കും നിയമിക്കുന്നത്. ഇനി അപ്ലൈ ചെയ്യാൻ വേണ്ട പ്രായപരിധി നോക്കാം. 20 മുതൽ 28 വരെയാണ് പ്രായപരിധി വരുന്നത്. ഇത് കൂടാതെ SC, ST കാറ്റഗറിക്ക് 5 വയസ്സിൻ്റെയും OBC കാറ്റഗറിക്ക് 3 വയസ്സിൻ്റെയും ഇളവുണ്ട്. അതുപോലെ തന്നെ PWBD കാറ്റഗറിക്കും പ്രായത്തിൽ ഇളവുണ്ട്. ഇളവ് ക്ലെയിം ചെയ്യുന്നവർ കൃത്യമായിട്ടുള്ള സർട്ടിഫിക്കറ്റ്സ് അപ്ലോഡ് ചെയ്യേണ്ടതാണ്. OBC ആണെങ്കിൽ നോൺ ക്രിമിലിയർ ആയിരിക്കണം. ഇനി എന്താണ് ക്വാളിഫിക്കേഷൻ വേണ്ടത് നോക്കാം. ഗ്രാജുവേറ്റ് ഡിഗ്രി ഇൻ എനി ഡിസിപ്ലിൻ, ഏതെങ്കിലും വിഷയത്തിൽ ഡിഗ്രിയാണ് ക്വാളിഫിക്കേഷൻ വേണ്ടത്. ഡിഗ്രി ഉള്ളവർക്ക് അപ്ലൈ ചെയ്യാം. ഡിഗ്രി പാസ്സായിട്ട് 4 വർഷത്തിൽ കൂടുതലാകാനും പാടില്ല. അതാണ് ഒരു കണ്ടീഷൻ വരുന്നത്. 2026 ഏപ്രിൽ 1 ആകുമ്പോഴത്തേക്കും ഡിഗ്രി പാസ്സായിട്ട് 4 വർഷത്തിൽ കൂടുതലായവർക്ക് അപ്ലൈ ചെയ്യാനായിട്ട് കഴിയത്തില്ല. ഇനി എങ്ങനെയാണ് സെലക്ട് ചെയ്യുന്നതെന്ന് നോക്കാം. സെലക്ഷൻ്റെ ഭാഗമായിട്ട് ഓൺലൈൻ ടെസ്റ്റ് ഉണ്ട്. ടെസ്റ്റിൽ വരുന്നത് സബ്ജക്ട്സ് ജനറൽ ഓർ ഫിനാൻഷ്യൽ അവയർനെസ് 20 മാർക്ക്, ജനറൽ ഇംഗ്ലീഷ് 20 മാർക്ക്, ക്വാണ്ടിറ്റേറ്റീവ് ആൻഡ് റീസണിങ് ആപ്റ്റിറ്റ്യൂഡ് 20 മാർക്ക്, കമ്പ്യൂട്ടർ ഓർ സബ്ജക്ട് നോളജ് 20 മാർക്ക്, യൂണിയൻ ബാങ്ക് ഓഫ് ഇന്ത്യ പ്രൊഡക്ട്സ് ആൻഡ് സർവീസസ് 20 മാർക്ക്. ടോട്ടൽ 100 മാർക്കിനാണ് എക്സാം വരുന്നത്. നെഗറ്റീവ് മാർക്ക് ഇല്ല. ഇതിനകത്ത് ഈ യൂണിയൻ ബാങ്ക് ഓഫ് ഇന്ത്യ പ്രൊഡക്റ്റ് ആൻഡ് സർവീസ് ബാങ്കിന് വേണ്ടിയുള്ള സബ്ജക്റ്റാണ്. അപ്പോൾ അതിനകത്ത് എന്തൊക്കെയാണ് ചോദിക്കുന്നതെന്നുള്ള സിലബസ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഇതൊക്കെയാണ് നിങ്ങൾ പഠിക്കേണ്ട കാര്യങ്ങൾ. ഓരോന്നിൻ്റെ ലിങ്കും കൊടുത്തിട്ടുണ്ട്. ഇനി സെലക്ഷൻ്റെ ഭാഗമായിട്ട് ലാംഗ്വേജ് പ്രൊഫഷൻസി ടെസ്റ്റ് ഉണ്ടായിരിക്കും. കേരളത്തിൽ മലയാളമാണ് ലോക്കൽ ലാംഗ്വേജ് വരുന്നത്. കേരളത്തിൽ മലയാളത്തിൻ്റെ ആയിരിക്കും ടെസ്റ്റ് വരുന്നത്. ട്രെയിനിങ് ഡ്യൂറേഷൻ 1 ഇയർ ആണ്. ഇനി സ്റ്റൈഫൻ എത്രയാണെന്ന് നോക്കാം. റൂറൽ ഓർ സെമി അർബൻ ഓഫീസുകളിലാണെങ്കിൽ 15,000 രൂപ, അർബൻ ആണെങ്കിൽ 18,000, മെട്രോ ആണെങ്കിൽ 20,000. ഇങ്ങനെയാണ് സ്റ്റൈഫൻ്റെ വരുന്നത്. ട്രെയിനിങ് കഴിയുമ്പോൾ ഒരു അസസ്മെൻറ്റ് ടെസ്റ്റ് ഉണ്ടായിരിക്കും. ടെസ്റ്റ് പാസ്സാവുന്നവർക്ക് സർട്ടിഫിക്കറ്റ് കിട്ടുന്നതാണ്. ഇനി എങ്ങനെയാണ് അപ്ലൈ ചെയ്യേണ്ടതെന്ന് നോക്കാം. അപ്ലൈ ചെയ്യേണ്ടത് ഓൺലൈനായിട്ടാണ്. ഇതാണ് അപ്ലൈ ചെയ്യാനുള്ള ലിങ്ക്. വെബ്സൈറ്റ് www.unionbankofindia.bank.in/recruitment.aspx. ഈ ലിങ്ക് വഴിയാണ് നിങ്ങൾ അപ്ലൈ ചെയ്യേണ്ടത്. നിങ്ങൾ അപ്ലോഡ് ചെയ്യേണ്ട ഓരോ സർട്ടിഫിക്കറ്റിൻ്റെയും ഫോർമാറ്റ് കൊടുത്തിട്ടുണ്ട്. SC, ST, OBC എല്ലാം കൊടുത്തിട്ടുണ്ട്. ഇതനുസരിച്ചാണ് സർട്ടിഫിക്കറ്റ്സ് അപ്ലോഡ് ചെയ്യേണ്ടത്. താല്പര്യമുള്ളവർ ഓൺലൈനായിട്ട് അപ്ലൈ ചെയ്യുക. നന്ദി.